Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. നിങ്ങളുടെ മനപ്പൊരുത്തം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എടുത്ത് കളറ്, വെക്കുന്നുണ്ടായിരുന്നു. സിനിമ, പാട്ട്, ഭക്ഷണം. അല്ല ഈ മൂന്നെണ്ണം ഇല്ല. അപ്പോഴോ വന്നപ്പോ ചോദിക്കുന്നുണ്ട് സൽമാനോട് എന്താ തോന്നി? അയ്യോ, എന്തോ മിസ്റ്റേക്ക് പോലെ സൽമാനോട് എന്താ തോന്നി? സൽമാനോട് എന്താ തോന്നി? എന്താ പ്രശ്നം? സൽമാന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സീരിയൽ ആക്ട്രസ് ആരാണ്? മേഘ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലേ ആ സീരിയൽ മറ്റേ കൊച്ചുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടം. മേഘ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് എന്താണ്? ഓംലെറ്റ്. ഓക്കെ, ഇനി സൽമാൻ ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്നത് എന്താണ്? എഗ് പൊരിച്ചുണ്ട്. നിങ്ങൾ എന്ത് വലിയ മുട്ടക്കാരാണ്. ഏതെങ്കിലും ക്രിഞ്ച് ഡേയ്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇന്ന് ഈ ദിവസം തൊട്ട് 2 വർഷത്തിന് ശേഷം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആ ഡേറ്റിംഗ് നല്ല ഓർമ്മയുണ്ട്. ക്രിഞ്ച് കിട്ടിയ ഹാപ്പി ആയില്ലേ? അല്ലെങ്കിൽ അടുത്തേക്ക് പോവാ. ലൈഫ് അന്ന് വരെ പോയിരുന്നത് പോലെ തന്നെയാണോ? ഇല്ല. നീ ഇത്രയും വർഷം പുറകെ നടന്നെന്ന് പറഞ്ഞാലും നിന്നെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ളത് സൽമാനാണ്. നിങ്ങളുടെ മനപ്പൊരുത്തം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എടുത്ത് കളറ്, വെക്കുന്നുണ്ടായിരുന്നു. സിനിമ, പാട്ട്, ഭക്ഷണം. അല്ല ഈ മൂന്നെണ്ണം ഇല്ല. അപ്പോഴോ ചോദിക്കട്ടെ. അതായത് സൽമാനെ കുറിച്ചുള്ള ചോദ്യം, അത് മേഘ ആൻസർ പറയണം. സൽമാന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സീരിയൽ ആക്ട്രസ് ആരാണ്? മേഘ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നോക്കട്ടെ, നിങ്ങൾ ഇത്രയും കാലം ഫോണൊക്കെ വിളിച്ചൊക്കെ പുറകെ കടന്നല്ലേ? ഫോണിലൂടെ പറയാൻ പറ്റിയ സാധനം. എനിക്കില്ലേ ആ സീരിയൽ മറ്റേ കൊച്ചുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടം. ആ കൊച്ചു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്നൊക്കെ ചിലപ്പോ നമ്മളോട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ആരെയും കണ്ടോടാ? കൊറേ കാലം മുമ്പ് നമ്മുടെ ആശാ ചേച്ചിയില്ല, ആശാ ശരത്ത്, പുള്ളിക്കാരത്തിന്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം അതാണ് ഞാൻ ഏറ്റവും നോട്ടബിൾ ആക്കിയിട്ട് വെച്ചിരുന്ന ഒരു സീരിയൽ ആർട്ടിസ്റ്റിന്റെ ഒരു ആക്ടിങ് എന്ന് പറയുന്നത്. എന്റെ ഓർമ്മയില് കുറെ ആൾക്കാരൊക്കെ ഒരുപാട് ഇംപ്രസ്ഡ് ആണ്, അല്ലാന്നല്ല, പക്ഷെ എപ്പോഴും അതാണല്ലോ കെട്ടിക്കൊണ്ടുവന്നത്. അത് ഞാൻ പുറകെ അപ്പൊ ആശാ ചേച്ചിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. കുഴപ്പമില്ല. ഇത് ആശിഷിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ കാര്യമില്ല. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. മേഘയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സീരിയൽ ആക്ടർ ആരാണ്? പ്രബിൻ. വാവ്, കുടുംബശ്രീ ശാരദയിലെ പ്രബിന്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ആണല്ലേ? രസകരം. അങ്ങനെ പറയാൻ കുഴപ്പമില്ലായിരിക്കും അല്ലേ? അങ്ങനെയല്ല, നടിയുടെ കാര്യം പറയുന്നത് കുഴപ്പമുണ്ടാവുള്ളായിരിക്കും. എന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണ്. മേഘ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് എന്താണ്? ഓംലെറ്റ്. ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ, സത്യം. ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് നോർമൽ ഒരു ഓംലെറ്റ് അല്ല, അതൊരു ചീസ് ഒക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ മേക്കിംഗ് പരിപാടിയാണ്. അത് ഭയങ്കര രസം അത് കഴിക്കാൻ. തന്നെയാണോ? ആക്കി കൊടുത്താൽ അതിന് ടേസ്റ്റ് വില പോവും. സത്യം. ഓക്കെ, ഇനി സൽമാൻ ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്നത് എന്താണ്? എഗ് പൊരിച്ചുണ്ട്. നിങ്ങൾ എന്ത് വലിയ മുട്ടക്കാരാണ്. സത്യമായിട്ട് ഞങ്ങളുടെ മെയിൻ ഡിഷ് എഗ് ആണ്. എഗ് ഇല്ലാത്ത ഒരു നേരെ ഒരു ദിവസം ഇല്ല. സത്യമായിട്ടും പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ആണല്ലേ? എനിക്ക് എഗ് ബുർജി മാത്രം മര്യാദക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ, അതാണ് ഒരു സത്യം. അതാകുമ്പോ പിന്നെ പൊട്ടി പോകുന്നുള്ള പേടി വേണ്ട, ബുർജി ആക്കിയല്ലോ. അപ്പൊ രാവിലെ ഇപ്പൊ എക്സാം ഒക്കെ ആണെങ്കിലും പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ഒരു പരിപാടി. ഞാനാണ് കിച്ചണിൽ കയറി ഞാൻ പറയും ഇന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഇത് തന്നെയായിരിക്കും. ഈ സ്പെഷ്യൽ ഡേയ്സ് കൃത്യമായി ഓർത്തിരിക്കുന്നത് നിങ്ങളിൽ ആരാണ്? അതായത് ആണോ? പക്ഷെ എന്നാലും കൃത്യമായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ബർത്ത്ഡേസ്. ഏതെങ്കിലും ക്രിഞ്ച് ഡേയ്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ആദ്യമായി ഞാൻ പ്രപ്പോസ് ചെയ്ത ദിവസം, എന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ ദിവസം, ഇങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ഇയർ എനിക്ക് ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയുണ്ട്. ഒരു ഓഗസ്റ്റ് 8 എന്തോ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡെല്ലിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെല്ലി ഒരു ആഡിന്റെ ഷൂട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് എക്സ് പറയാത്ത ഫോഴ്സ് ചെയ്യാല്ലേ, റീസൺ എന്താണ്? അപ്പോഴാണ് ഈ സ്റ്റഡീസ് കാര്യം പറയുന്നത്. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഈ ദിവസം തൊട്ട് 2 വർഷത്തിന് ശേഷം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആ ഡേറ്റിംഗ് നല്ല ഓർമ്മയുണ്ട്. അല്ല എന്താല്ലേ, ഔട്ട് ഓഫ് ഓൾ ദീസ് ഡേയ്സ് ക്രിഞ്ച് കിട്ടിയ ഹാപ്പി ആയില്ലേ? അല്ലെങ്കിൽ അടുത്തേക്ക് പോവാ. അതൊരു നല്ല ക്രിഞ്ച് ഡേറ്റ് തന്നെ.
ഓക്കെ, സൽമാന്റെ സെലിബ്രിറ്റി ക്രഷ്. തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് ഇഷ്ടമാണ്. തമൻ തന്നെയാണോ ഇഷ്ടമാണ്. ഫസ്റ്റ് ക്രഷ് ഫസ്റ്റ് ക്രഷ് എനിക്ക് അറിയില്ല. സെലിബ്രിറ്റി ക്രഷ് മാറി മാറി വരും അതുകൊണ്ട് തമന് നിലവിലാരാ? അപ്പൊ എനിക്ക് എന്റെ ഭാര്യയെ പ്രേമിക്കാനേ സമയമുള്ളൂ, അതുകൊണ്ടാണോ? ആണ്, ആരും മനസ്സിലങ്ങോട്ട് കേറുന്നില്ല. ഫുള്ളും മനസ്സിലെ കുട്ടിയായത് കൊണ്ടാണ്. ഓക്കെ, തിരിച്ച് മേഘയുടെ സെലിബ്രിറ്റി ക്രഷ് ആരാണ്? ഇപ്പൊ റീസെന്റ് ക്രഷ് വന്നത് പിന്നെ ഒരു പെൺകുട്ടീന്റെ അടുത്തോ, നമ്മുടെ ഓഫീസർ മൂവി കണ്ടില്ലേ? ഓഫീസർ മൂവി കണ്ടില്ലേ? മൂവി ബോയ് കട്ടടിച്ച അതല്ല, കേളി ഹെയർ ഒരു കുട്ടി, ഐശ്വര്യ. ഐശ്വര്യല്ലേ മറ്റേ അതിനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇന്ന് രാവിലെ അതിന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയാ കുട്ടി, നല്ല രസമാണ്, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ആണല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇത്രയും വർഷം പുറകെ നടന്നെന്ന് പറഞ്ഞാലും നിന്നെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ളത് സൽമാനാണ്. അത് ഞാൻ പറയുന്നുണ്ട്, എന്റെ അടുത്ത് പറയാത്തോണ്ടാണ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ മാറി മാറി വരുന്നുണ്ട്. നിങ്ങളിൽ ആരാണ് ആദ്യം സോറി പറയാറുള്ളത്? നീയാണോ? അല്ലേ? രണ്ടാളും കാരണം ഞാനാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്. ഞാൻ എന്റെ ഒരു അല്ല, എനിക്ക് തന്നെ അറിയുന്ന എന്റെ ഒരു മെയിൻ പ്രശ്നം, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. പെട്ടെന്ന് റൈസ് ആവുകയും ചെയ്യും, അപ്പൊ തന്നെ പോയി സോറി പറഞ്ഞിട്ട്. അതായത് രണ്ടും ഹൈ ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സ്വിച്ച് ഇട്ട് കണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇതിങ്ങനെ ഓഫ് ചെയ്യാത്തെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും ലോ ആയിട്ടുണ്ടാവും. അപ്പൊ നേരെ പോയിട്ട് സോറി എന്നും പറഞ്ഞിട്ട് 2 സോപ്പിടിലിട്ട തെറ്റായി. അപ്പം ഞാൻ ഈ സോപ്പിടില് വീണു, എനിക്ക് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അയ്യോടാ, അത് മാറ്റില്ലേ, വീഴണം. അല്ലല്ല, വിഷമയുണ്ടാ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആ ലെവലിൽ എത്തിച്ചു. അതെ, ഇവരെന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നു, ഞങ്ങള് നല്ല സ്നേഹത്തിൽ വന്ന 2 വഴിക്ക് ആക്കിയിരുന്നു. വന്നപ്പോ ചോദിക്കുന്നുണ്ട്, സൽമാനോട് എന്താ തോന്നി, എന്തോ മിസ്റ്റേക്ക് പോലെ, സൽമാനോട് എന്താ തോന്നി, സൽമാനോട് എന്താ തോന്നി, എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല എന്റെ പൊന്നെ. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ റിയലൈസ് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? റിയലൈസ് ചെയ്ത കാര്യം, ലൈഫ് അന്ന് വരെ പോയിരുന്നത് പോലെ തന്നെയാണോ ഇല്ല. അതുവരെ എന്താണ്, വീട്ടില് താഴെ ഇറങ്ങിയ ഫുഡ് കിട്ടും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാൻ തന്നെ ഇപ്പൊ കിച്ചണിലൊക്കെ ആക്കി സെറ്റ് ആക്കണം. രാവിലെ എണീറ്റ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് രാവിലെ എണീറ്റ് ഇഞ്ഞ് കുളിക്കണം, പല്ലേക്കണം ഒക്കെ ആ ചിന്തയാണ്. അതല്ലേ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ രാവിലെ എണീക്കുമ്പോ രാവിലെ എന്ത് കഴിക്കണം വിളിക്കും ഞാൻ. പച്ച എന്തൊന്ന് കഴിക്കാൻ വേണം, പച്ച ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി, എനിക്ക് എന്ത് കിട്ടിയാലും മതി, എന്തെങ്കിലും കിട്ടിയാലും. പച്ചന് എപ്പോഴും മുട്ട, ബ്രെഡ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യും. അപ്പൊ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ഇനി എന്താണ് മേഘയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി നിൽക്കുന്ന എന്തായിരിക്കും? എനിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതായിരുന്നല്ലോ ടാർഗറ്റ്. മിഷൻ അക്കംപ്ലിഷ്ഡ്. അതെ, ഇനി റിട്ടയർ ആയെന്ന് ആലോചിക്കുക. പശുക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഈ വേൾഡ് കാണിക്കാം. ഞാൻ അധികം ട്രിപ്പ് നടിച്ചിട്ടില്ല, വീട്ടിൽ തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി. അതിനാണ് ഞാൻ ആ ഗ്ലോബ് വാങ്ങിച്ചിരിക്കുന്നത് വീട്ടില് നോക്കാൻ വേണ്ടി. നീ ചോദിച്ചില്ല ഇതെന്തിനാണ്, ഞാൻ പറഞ്ഞേ ഇതിന്റെ ആവശ്യം ഇപ്പൊ മനസ്സിലാവൂല, പിള്ളേച്ചന് പിന്നെ മനസ്സിലാവുന്ന. അപ്പം കൊറേ ട്രിപ്പ് അടിക്കണം, പിന്നെ ഡിഗ്രി വാങ്ങിക്കണം, ജോബ് സെറ്റ് ആക്കണം. സീരിയൽ പാരലായിട്ട് കൊണ്ടുപോകും. സൽമാനെ സംബന്ധിച്ച് എന്തായിരിക്കും ഇനി ഒരു കരിയർ അപ്ഗ്രേഡ് അല്ലെങ്കിൽ ലൈഫ് അപ്ഗ്രേഡ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് മൂവീസ് ആണ്. മൂവീസ് തന്നെയായിരുന്നു ഞാൻ വന്നപ്പോഴും എന്റെ ലക്ഷ്യം മൂവീസ് ആയിരുന്നു. അത് ട്രൈ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏഷ്യാനെറ്റിൽ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ ഡിഗ്രി ബിടെക് വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നതിന്റെ ഒരു ടെൻഷനും പ്രഷറൊക്കെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അറിയാലോ, ഇതൊരു 80-90% ലക്ക് ഫാക്ടറാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ഓഡീഷന് പോയിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ 10-20 വർഷം ട്രൈ ചെയ്ത ആൾക്കാരും പെട്ടെന്ന് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ട് വന്ന ആളാണ്. അപ്പൊ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രഷർ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഏഷ്യാനെറ്റിന്റെ വർക്ക് കമ്മിറ്റ് ചെയ്യുന്നത്. സീരിയലാണെങ്കിൽ സീരിയൽ. കാരണം എന്റെ ഫാമിലിയൊക്കെ ദുബായിലാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ട ഇവന്മാർ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ അവിടുന്ന് ഓടി വന്നതാ ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടിട്ട്.
അപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിനു വേണ്ടി ഞാൻ കാണിച്ചതാണ് ഫസ്റ്റത്തെ പ്രൊജക്ട് ഏഷ്യാനെറ്റിൽ. അപ്പം അപ്പോഴിപ്പോഴും മനസ്സിൽ സിനിമ തന്നെയാണ്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളും നമുക്ക് ഫസ്റ്റ് വർക്ക് തന്ന ആള്, നമ്മളോടൊരു നല്ല വാക്ക് പറഞ്ഞ ആള്, ഇങ്ങനെ കമ്മിറ്റ്മെന്റ്സ് വന്നോണ്ടിരിക്കുമ്പോൾ നമുക്ക് സിനിമ ട്രൈ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാണ്ട് വരുന്നു. സീരിയൽ വരുമ്പോൾ അറിയാലോ. അപ്പൊ അതിന്റെ തന്നെ പിന്നെ ഫിനാൻഷ്യലി ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ 2 വർക്ക് എടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സിനിമ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ബിസിനസിന്റെ ഒരു പ്ലാൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ട്. 2 പരിപാടീസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഒരു ബാക്കിലാണ്. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.